ഹൈ ഗേസ് വെൽക്കം ബാക്ക്. ഡെക്ട് ഒക്ടോബർ 3 സമയം ഏകദേശം 9:18 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി കോൾ ഓപ്ഷനിലാണ്. എൻ്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് ആണ്. സോ ഞാൻ ആദ്യം എൻ്റെ ട്രേഡ് ഞാൻ ഇവിടെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത്. സോ റെഗുലർ ക്വാണ്ടിറ്റി 140. ഓക്കെ, സോ ഞാൻ എൻ്റെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ചെറിയ ലോസ് റണ്ണിങ്ങിലാണ്. സോ ഫൈൻ. സോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോൾ ഓപ്ഷനിൽ ഇപ്പം തന്നെ ഒരു ട്രേഡ് എടുത്തത് എന്നുള്ളത്. സോ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ബാങ്ക് നിഫ്റ്റി ബയേഴ്സിൻ്റെ കൺട്രോളിലാണുള്ളത്. കാരണം ഈ ഒരു സ്ട്രക്ചർ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് കഴിഞ്ഞ് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ട്രാപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വലിയൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം RBI മീറ്റിങ്ങിന് ശേഷം, പോളിസി മീറ്റിങ്ങിന് ശേഷം വളരെ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സോ ഈ ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് പറയാൻ വേണ്ടി പറ്റും, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും പറയാൻ വേണ്ടി പറ്റും, ഇപ്പം കൺട്രോളിലുള്ളത് ഈ ഒരു കൈൻഡ് ഓഫ് മാർക്കറ്റിൽ ബയേഴ്സ് ആണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു സൈക്കോളജിയിൽ പുറത്താണ്, അല്ലെങ്കിൽ ആ ഒരു സൈക്കോളജിയിലാണ്, ഒരു ബയേഴ്സിൻ്റെ സൈക്കോളജിയിലാണ് ഞാൻ ഇന്ന് മാർക്കറ്റിനെ സമീപിച്ചതും. ആൻഡ് ഈ ഒരു ദിവസം ബ്രേക്ക്ഔട്ട് നടത്തി കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു മൂവ്മെൻറ്റൊക്കെ മിസ് ചെയ്ത ഒരുപാട് ബയേഴ്സ് ഇന്ന് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും എന്തിന്, പുതിയ എൻട്രി എടുക്കാനൊക്കെ. അപ്പോൾ നമുക്ക് അറിയാം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇന്ന് മാർക്കറ്റിൻ്റെ റേഞ്ചിൻ്റെ താഴെ ഒരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി ഗ്രീൻ ക്യാൻഡിലാണ്, ചാർട്ട് റെഡാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ള ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും. അത് കഴിഞ്ഞ് മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് എടുത്ത് നിൽക്കുന്നുണ്ട്. സോ അപ്പം ആ ഒരു പൊസിഷനിൽ ഞാൻ എൻ്റെ ഓർഡർ എടുത്തു. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്പം ബയേഴ്സ് നോർമലി കഴിഞ്ഞ ദിവസങ്ങളിൽ മിസ്സായ ആൾക്കാരൊക്കെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എൻട്രികൾ എടുത്തിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഒരു റേഞ്ച് എന്തായാലും ബ്രേക്ക്ഔട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഒരു 90% ഉണ്ട്. കാരണം സ്ട്രോങ് അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. റൈറ്റ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ബയേഴ്സാണ് സ്ട്രോങ്, സെല്ലേഴ്സ് മാർക്കറ്റിൽ പൊതുവെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ബൈയിങ് പൊസിഷൻ എടുക്കുന്ന സമയം ബയേഴ്സാണ് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. മേ ബി സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യിപ്പിക്കാൻ കൂടി ഒരു ബ്രേക്ക്ഔട്ട് മേ ബി തരാൻ സാധ്യതകളുണ്ട്. റൈറ്റ്, അപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. മാർക്കറ്റ് ഈ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള ബയേഴ്സ് ബൈ ചെയ്യാനുള്ള സാധ്യതകൾ ഞാൻ നേരത്തെ പറഞ്ഞ 90% ആണ്. കാരണം ഒരു ഫെയർ പ്രൈസിലാണ് മാർക്കറ്റ് ഇപ്പോഴും ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ബയേഴ്സ് വന്ന് മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാം. അറ്റ്ലീസ്റ്റ് 55,500 ലെവലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്, ഇവിടെ 55,500 ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആ ഒരു ലെവലെങ്കിലും മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈലി ചാൻസസ് ഉണ്ട്. റൈറ്റ്, സോ അതുകൊണ്ടാണ് ആ ഒരു ഇനീഷ്യലി ഫസ്റ്റ് ക്യാൻഡിൽ, അതായത് ആദ്യം 3 മിനിറ്റ് ക്യാൻഡിൽ കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. ഓക്കെ, സോ ഹൈലി കോൺഫിഡൻ്റ് ഉള്ളിലുള്ള ട്രേഡാണ്. പക്ഷേ നമ്മുടെ വ്യൂ റോങ് ആവാം അല്ലേ. അപ്പോൾ മാർക്കറ്റ് ഡേ ലോൻ്റെ താഴോട്ട് വരുവാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ബുക്ക് ചെയ്യും. റൈറ്റ്, അത് വ്യക്തമായ പ്ലാൻ എനിക്കുണ്ട്, എത്ര സ്റ്റോപ്പ് ലോസ് എടുക്കണമെന്ന്, എവിടെയാണ് എൻ്റെ ലോസ് ബുക്ക് ചെയ്യണമെന്നുള്ളത്. ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 55,000 ലെവലിലോട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ഒരു ക്യാൻഡിൽ വന്നാൽ തന്നെ നമുക്കൊരു ടാർഗറ്റ് വളരെ സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, 100.8 ഒരു 60 to 100 പോയിന്റ് ബിറ്റ്വീൻ ടാർഗറ്റ്, 60 to 100 പോയിന്റ് ബിറ്റ്വീൻ ആൻഡ് സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ട്രേഡ് എടുത്തു. ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, ഡിസിപ്ലിനോട് കൂടി. റൈറ്റ്, നമ്മൾ സാധാരണ 100% കൊടുക്കുമെങ്കിൽ ഒരു എക്സ്ട്രാ 10% കൂടി ഇട്ടിട്ട് ഡിസിപ്ലിനോട് കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി മാർക്കറ്റ് സ്റ്റിൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. പുതിയ ബയേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ പുതിയ ബയേഴ്സ് കൂടി ജോയിൻ ചെയ്യുന്നതോടെ മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഹൈലി കോൺഫിഡൻറ്റ് തന്നെയാണ്. സോ വെയിറ്റ് ചെയ്യാം. പൊസിഷൻ നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ ചേഞ്ചസ് ഒന്നുമില്ല, സ്റ്റിൽ പ്രോഫിറ്റബിൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും തന്നിട്ടില്ല ഇമോഷണലി. ആൻഡ് സോ സ്റ്റിൽ ഞാൻ എൻ്റെ വ്യൂ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ആ ഒരു ക്യാൻഡിൽ ഒന്ന് മാറ്റി നിർത്തിയാൽ തന്നെ നമുക്കൊരു ക്ലാരിറ്റി അവിടെ കിട്ടും. നമ്മളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലെവലിൽ നിന്ന് നോക്കി മനസ്സിലാവും ഹയർ ഹൈ ഫോർമേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു ക്യാൻഡിൽ, ഓപ്പണിംഗ് ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുവാണെങ്കിൽ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. സ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ക്ലീൻ സ്ട്രക്ചർ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. ബ്രേക്ക്ഔട്ട് നടത്തി മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകുന്നുള്ളത്. സോ എന്തായാലും വെയിറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം.
ഓക്കെ ട്രേഡേഴ്സ്, സോ നമ്മുടെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എൻട്രി എടുത്തത് ഏകദേശം ഈ ഒരു പോയിന്റിൽ നിന്ന് 55,500 ലെവലിൽ ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ ഇനീഷ്യൽ ടാർഗറ്റ്. ആൻഡ് പ്രീമിയത്തിൽ ഓൾമോസ്റ്റ് എൻ്റെ ടാർഗറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നം? ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ട്രേഡ് എടുത്തു, എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പ്ലാൻ അനുസരിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തു, ഡിസിപ്ലിനോടുകൂടി വെയിറ്റ് ചെയ്തു, ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പോയിന്റിൽ നമ്മൾ അധികം ഗ്രീഡി ആകാതിരിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ്, റൈറ്റ്? സോ ഞാനിവിടെ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരും വലിയ മൂവ്മെൻറ്റ് ഇനിയും മുകളിലോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. പക്ഷേ അത് നമുക്ക് എന്താണ്, അതൊക്കെ വളരെ റയർ കണ്ടീഷൻ, വല്ലപ്പോഴൊക്കെ അങ്ങനെ വലിയ മൂവ്മെൻറ്റുകൾ കിട്ടുള്ളൂ. എല്ലാ സമയത്ത് നമ്മൾ ഗ്രീഡി ആകാതെ എന്താണ് പ്ലാൻ ചെയ്തത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഡിസിപ്ലിനോട് വെയിറ്റ് ചെയ്തിരിക്കുക. ചില സമയത്ത് മാർക്കറ്റ് നമുക്ക് ബോണസ് എക്സ്ട്രാ തരും. ഓക്കെ, അത് നമ്മളായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, മാർക്കറ്റ് തന്നെ നമുക്ക് തരും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡ് ഇല്ല. സോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ ബൈ, താങ്ക് യു.